ഹായ് എവരി വൺ. നമ്മുടെ അടുത്ത ടോപ്പിക് 8051 ഇന്ററപ്റ്റുകളെ കുറിച്ചാണ്. ഇന്ററപ്റ്റ്, ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ടോപ്പിക് ഇന്ററപ്റ്റ്. എന്താണ് ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സാഹചര്യങ്ങളിൽ പ്രോസസർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം എക്സിക്യൂഷനെ ചിലപ്പോൾ താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. എന്നിട്ട് വേറെ എന്തെങ്കിലും ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി പറയുകയും ശേഷം ആ ടാസ്ക് ചെയ്തതിന് ശേഷം തിരിച്ച് പഴയ പ്രോഗ്രാമിലോട്ട് മുമ്പ് ചെയ്തു വന്നിരുന്ന ആ പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഒരു പ്രോസസറിന്റെ മെയിൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന് അതിനെ തടസ്സപ്പെടുത്തുന്ന ഏത് പ്രോഗ്രാമുകളെയും ഇന്ററപ്റ്റുകൾ എന്ന് വിളിക്കും. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പ്രോസസർ ആണെങ്കിൽ എൻ്റെ മെയിൻ പ്രോഗ്രാമിംഗ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഒരാൾ കയറി വരുന്നു, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ കയറി വന്ന പ്രോഗ്രാം അതിനാണ് ഇന്ററപ്റ്റ് എന്ന് പറയുന്നത്. ആ ഇന്ററപ്റ്റ് പ്രോസസറായ എൻ്റെ മെയിൻ പ്രോഗ്രാമിങ്ങിനെ ഇന്ററപ്റ്റ് ചെയ്യുന്നു, തടസ്സപ്പെടുത്തുന്നു. ഓക്കെ, അപ്പോ വന്ന ആ ഇന്ററപ്റ്റിന്റെ പ്രോഗ്രാമിന്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടി വരും, ആ പ്രോഗ്രാമിങ്ങിനെ പരിഗണിക്കേണ്ടി വരും. വളരെ പ്രയോറിറ്റി കൂടിയൊരു ഇന്ററപ്റ്റാണ് വന്നതെങ്കിൽ ഞാൻ നിലവിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്ത് ആ ഇന്ററപ്റ്റ് എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ച് ക്ലാസ്സിൽ വരികയും ക്ലാസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യേണ്ടി വരും. അതേസമയം അവിടെ വന്നിട്ടുള്ള ഇന്ററപ്റ്റ് ഒരു പ്രയോറിറ്റിയും ഇല്ലാത്ത ഒരു ഇന്ററപ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം അവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്ക് കഴിയട്ടെ, അതിന് ശേഷം നിന്നെ പരിഗണിക്കാം എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് ഇന്ററപ്റ്റുകളുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. എനിവേ, പ്രോസസറിന്റെ മെയിൻ പ്രോഗ്രാമിംഗ് എക്സിക്യൂഷനെ തടസ്സപ്പെടുത്തുന്ന ഏത് പ്രോഗ്രാമുകളെയും നമുക്ക് ഇന്ററപ്റ്റുകൾ എന്ന് വിളിക്കാം. അത് ചില സാഹചര്യങ്ങളിൽ അത് വളരെ അത്യാവശ്യ ഘട്ടമായി വരാറുമുണ്ട്, ഇന്ററപ്റ്റ് എക്സിക്യൂഷൻ. ഓക്കെ, ഇൻ മോസ്റ്റ് ഓഫ് ദ പ്രോസസ്സസ് ടു ഹാൻഡിൽ സർട്ടൻ കണ്ടീഷൻസ് പ്രോപ്പർലി actual task must be halt for some times. It takes required action and then must return to the main task. For executing such types of programs, interrupts are necessary. Okay, ഇനി 8051-നകത്ത് 6 തരത്തിലുള്ള ഇന്ററപ്റ്റുകൾ ഉണ്ട്. 8051-നകത്തുള്ള 6 തരത്തിലുള്ള ഇന്ററപ്റ്റുകളാണ്. ഒന്ന്, എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് INT0. then second one, external hardware interrupt INT1. ഇതിനെ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് 0 എന്ന് പറയും. അപ്പൊ INT0. ഇത് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് 1 INT1. ഓക്കെ, then മൂന്നാമത്തത് ടൈമർ 0 ഓവർഫ്ലോ ഇന്ററപ്റ്റ് TF0. then fourth one, ടൈമർ 1 ഓവർഫ്ലോ ഇന്ററപ്റ്റ് TF1. then fifth one, serial communication interrupt SC. sixth one, reset interrupt. ഓക്കെ, ഇത്ര 6 ഇന്ററപ്റ്റുകളാണ് 8051-നകത്തുള്ളത്. ഈ 6 ഇന്ററപ്റ്റുകളിലും ഹൈ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് ആണ് റീസെറ്റ് ഇന്ററപ്റ്റ്. ബാക്കിയുള്ള 5 ഇന്ററപ്റ്റുകളെക്കാളൊക്കെ പ്രയോറിറ്റി ഉള്ള ഇന്ററപ്റ്റ് ആണ് റീസെറ്റ് ഇന്ററപ്റ്റ്. റീസെറ്റ് ഇന്ററപ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും സ്ഥാനമില്ല, റീസെറ്റ് ചെയ്തോളണം. അതാണ് ആ ഇന്ററപ്റ്റിന്റെ പ്രത്യേകത. പ്രോസസർ എന്ത് പ്രോഗ്രാം നടത്തിക്കോട്ടെ, റീസെറ്റ് എന്നുള്ള ഇന്ററപ്റ്റ് വന്നാൽ പിന്നെ റീസെറ്റ് ആയിക്കൊള്ളണം. ബാക്കി അതിന് മുമ്പ് ചെയ്തു വന്നിരുന്ന ടാസ്കുകൾ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയിരിക്കണം. അതാണ് ആ റീസെറ്റ് ഇന്ററപ്റ്റിന്റെ പ്രത്യേകത. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രയോറിറ്റി കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഓക്കെ, പ്രയോറിറ്റി കൂട്ടുകയും
കോർക്കുകയൊക്കെ ചെയ്യുക. അതിന് നമ്മൾ പ്രത്യേക SFRകളിൽപ്പെട്ട ചില രജിസ്റ്ററുകളെ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി ജസ്റ്റ് പറയാം. ഇന്ററപ്റ്റ് പ്രയോറിറ്റി IP രജിസ്റ്റർ എന്ന് പറയുന്ന രജിസ്റ്ററിന്റെ SFRനകത്ത് നമ്മൾ മുമ്പ് SFR പഠിച്ചിട്ടുണ്ടായിരുന്നു, SFRും റാമൊക്കെ. SFRനകത്ത് IP എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. ഇന്ററപ്റ്റ് പ്രയോറിറ്റി എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഇന്ററപ്റ്റ് പ്രയോറിറ്റി. അത് ഈ ഇന്ററപ്റ്റുകൾക്ക് പ്രയോറിറ്റി കൊടുക്കാനുള്ളത് ഹൈ പ്രയോറിറ്റി വേണോ ലോ പ്രയോറിറ്റി വേണോ ഇത് തീരുമാനിക്കാനുള്ള രജിസ്റ്റർ ആണ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ. അതുപോലെ തന്നെ എല്ലാ ഇന്ററപ്റ്റുകളും എല്ലായ്പ്പോഴും വരണമെന്നില്ല, എനേബിൾ ആവണമെന്നില്ല. ഇന്ററപ്റ്റുകളെ നമുക്ക് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും സാധിക്കും. അങ്ങനെ ഇന്ററപ്റ്റുകളെ എനേബിൾ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ് IE രജിസ്റ്റർ, ഇന്ററപ്റ്റ് എനേബിൾ. ഇത് ഇന്ററപ്റ്റ് പ്രയോറിറ്റി. ഇന്ററപ്റ്റ് പ്രയോറിറ്റി, ഇത് ഇന്ററപ്റ്റ് എനേബിൾ. ഇന്ററപ്റ്റുകളെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ആണ് IE രജിസ്റ്റർ ഉപയോഗിക്കുന്നത്. ഇതും SFRൽപ്പെട്ട ഒരു രജിസ്റ്റർ ആണ്. ഇത് ഇന്ററപ്റ്റുകൾക്ക് എനേബിൾ ചെയ്താൽ മാത്രം പോരെ, അതിൽ ആർക്കാണ് ഈ അഞ്ച് ആളുകൾ ഒരേ സമയം വന്നാൽ അതിൽ ആർക്കാണ് കൂടുതൽ പ്രയോറിറ്റി, ഒരാൾക്ക് ആയിട്ട് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് ആരാണ് തീരുമാനിക്കാനാണ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്റർ IP രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റീസെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി 5 എണ്ണത്തിനും പ്രയോറിറ്റി ഇല്ല, റീസെറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ റീസെറ്റ് all the interrupts will disable. റീസെറ്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഇന്ററപ്റ്റും എന്ത് ചെയ്യും, ഡിസേബിൾ ആവും. All the 5 interrupts can be enabled or disabled by IE register. നമ്മൾ നേരത്തെ പറഞ്ഞു IE register യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ററപ്റ്റുകളെ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാൻ പറ്റും. അതുപോലെ IP register gives the priority to interrupts. IP register ആണ് ഇന്ററപ്റ്റുകൾക്ക് പ്രയോറിറ്റി നൽകുന്നത്. ഇത് IE രജിസ്റ്റർ, IP രജിസ്റ്റർ, അതിനോട് പുറമെ TCON രജിസ്റ്റർ കൂടെ ഇന്ററപ്റ്റുകളുടെ ഫംഗ്ഷനിങ്ങിൽ കയറി വരുന്നുണ്ട്. TCON ഇത് മൂന്നും SFRകളിൽപ്പെട്ട രജിസ്റ്ററുകളാണ്, 8 ബിറ്റുള്ള രജിസ്റ്ററുകളാണ്. ഈ IE രജിസ്റ്ററിന്റെ സ്ട്രക്ചർ 8 ബിറ്റുകൾ ഉണ്ടായിരിക്കും. അതിനകത്ത് ഉള്ള ഈ EX0, ET0, EX1, ET1, ES, EA ഇതൊക്കെ ഇന്ററപ്റ്റ് എനേബിൾ രജിസ്റ്റർ ആണല്ലോ. അപ്പൊ ഇന്ററപ്റ്റുകളെ എനേബിൾ ചെയ്യാനുള്ളതാണ് ഈ കാണുന്ന ഓരോന്നും. അപ്പൊ 1, 2, 3, 4, 5, 6 ഈ അവിടെ നിൽക്കട്ടെ. ബാക്കി 5 എണ്ണം റീസെറ്റ് അല്ലാത്ത, റീസെറ്റിനെ നമ്മൾ എനേബിൾ ഡിസേബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അത് പ്രോസസ്സറിന്റെ റീസെറ്റ് ബട്ടൺ, റീസെറ്റ് എന്നൊരു പിൻ ഉണ്ടാവും. അത് എനേബിൾ ചെയ്താൽ ഇന്ററപ്റ്റ് ആയിട്ടല്ല അത് വരിക. അതായത് ഇന്ററപ്റ്റ് തന്നെയാണ്, ബട്ട് അത് ഹൈ പ്രയോറിറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ ആ റീസെറ്റിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല ഇതിനകത്ത്. ബാക്കി 5 എണ്ണത്തെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ബാക്കി 5 ഇന്ററപ്റ്റുകളെ ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യണം. ദാറ്റ് ഈസ് എനേബിൾ ഓർ ഡിസേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 5 ബിറ്റുകൾ ഉപയോഗിക്കുന്നത്. അതായത് EX0 എന്ന് പറഞ്ഞാൽ എനേബിൾ എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് 0. എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് ഏതായിരുന്നു, INT0. നമ്മൾ നേരത്തെ പഠിച്ചതിൽ INT0. ഈ INT0 എനേബിൾ ചെയ്യാനുള്ളതാണ് EX0 ബിറ്റ്. അതായത് ഓക്കെ, അതുപോലെ ET0 എന്ന് പറയുന്ന ടൈമർ 0 ഓവർഫ്ലോ ഇന്ററപ്റ്റ് ഉണ്ട് ഇല്ലേ, TF0 ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യാനുള്ളതാണ് ET0. ദെൻ INT1 ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യാനുള്ളതാണ് EX1. ദെൻ TF1 ഇന്ററപ്റ്റ് അതിനെ എനേബിൾ ചെയ്യാനുള്ളതാണ് ET1. സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റിനെ എനേബിൾ ചെയ്യാനുള്ളതാണ് ES. അപ്പൊ അതെങ്ങനെയാണ് എനേബിൾ ഓർ ഡിസേബിൾ ആവാം? ഇവിടെ കറസ്പോണ്ടിങ് ബിറ്റ് 1 ആണെങ്കിൽ, 1 വരികയാണെങ്കിൽ അതൊക്കെ എനേബിൾ ആവും. 0 വരികയാണെങ്കിൽ അവിടെയൊക്കെ എന്താവും, ഡിസേബിൾ ആവും. 1 വന്നാൽ എനേബിൾ ആവും, 1 വരുന്നത് എനേബിൾ ആണ്, 0 വന്നാൽ ഡിസേബിൾ ആണ്. ഓക്കെ, നോട്ട് എഴുതുന്നവർക്ക് ഒരു പോയിന്റ് നോട്ട് ചെയ്ത് നോക്കാം. ദിസ് രജിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ enabling and disabling the interrupts.
IE register is a bit addressable register in which EA must be set for enabling interrupts. ഈ EA എന്ന് പറഞ്ഞാൽ എന്താ? Enable all എന്നാ ഇതിന്റെ ഫുൾ ഫോം EA. അതായത് എല്ലാ ഇന്ററപ്റ്റുകളെയും എനേബിൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? EA ചെയ്തു വെക്കണം. എനേബിൾ ഓൾ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അതിന്റെ പുറമെ ഇവകൾ എനേബിൾ ആവുകയും വേണം. എന്നാ ഒരു കാര്യം, ഇതൊക്കെ എനേബിൾ ആയി, സപ്പോസ് ഇതിലെല്ലാം 1 വന്നു, EA 0 ആണെന്ന് വിചാരിക്കുക, അതുകൊണ്ട് കാര്യമില്ല, ഒരു ഇന്ററപ്റ്റും എനേബിൾ ആവാൻ കഴിയില്ല. ഇതൊരു മാസ്റ്റർ സ്വിച്ചാണ്. ഇത് ഓൺ ചെയ്താൽ മാത്രമേ ഇതിനെ ഓൺ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ എല്ലാ ഇന്ററപ്റ്റുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു എനേബിൾ സ്വിച്ച് ആണ് എന്ത്? എനേബിൾ പിന്നാണ് എനേബിൾ ഓൾ. ഇത് ഉൾക്കൊള്ളുന്ന ഒരു ആർക്കിടെക്ചർ വരക്കുന്നുണ്ട്, അപ്പൊ കൂടുതൽ ഒന്നും കൂടെ മനസ്സിലാവും. എനേബിൾ ഓൾ. അപ്പോ നേരത്തെ ഇറ്റ് ഈസ് എ ബിറ്റ് അഡ്രസ്സിബിൾ രജിസ്റ്റർ in which EA must be set for enabling interrupts. The corresponding bits in the register enables the particular interrupts. 1 for enable and 0 for disable. Then note code എഴുതണം EX0 hyphen എഴുതണം enable INT0. ET0 for enable TF0. Enable timer 0 interrupt. Then EX1 enable INT1. This enable TF1. Enable serial communication. Enable all. അടുത്തത് നെക്സ്റ്റ് നമ്മുടെ ഇന്ററപ്റ്റുമായി ബന്ധപ്പെട്ട അടുത്ത രജിസ്റ്റർ ആണ് IP രജിസ്റ്റർ. IP രജിസ്റ്റർ എന്തിനുള്ളതാണ്? പ്രയോറിറ്റി കൊടുക്കാനുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ 5 ഇന്ററപ്റ്റുകൾക്കും പ്രയോറിറ്റി കൊടുക്കണം, അതിനാണ് ഈ 5 ബിറ്റുകൾ ഉപയോഗിക്കുന്നത്. 1 2 3 4 5 എണ്ണം. അപ്പൊ PX0 പ്രയോറിറ്റി ഫോർ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് INT0ന്റെ പ്രയോറിറ്റി അതിനുള്ള ബിറ്റാണ് PX0. P for priority for external interrupt 0 INT0. ഇതോ PT0 priority of timer 0 interrupt TF0 ക്കുള്ള TF0ന്റെ പ്രയോറിറ്റി. ഇത് INT1ന്റെ പ്രയോറിറ്റി PX1. PT1 TF1ന്റെ പ്രയോറിറ്റി. PSC എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്ററപ്റ്റ്. ഇനി ഇതിന് ഹൈ പ്രയോറിറ്റി ലോ പ്രയോറിറ്റി 2 ഓപ്ഷനേ ഉള്ളൂ. അതായത് 0 വന്നാൽ എവിടെയാണോ 0 വരുന്നത് അതിന് ലോ പ്രയോറിറ്റി, 1 വരുന്നതിന് ഹൈ പ്രയോറിറ്റി. അപ്പോ ഒന്നിലധികം 1 വന്നാലോ അപ്പൊ ആരെ പരിഗണിക്കും? അപ്പൊ അതിനൊരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനനുസരിച്ചായിരിക്കും അതിന്റെ പ്രയോറിറ്റി പോവുക. എല്ലാത്തിലും 1 വന്നാൽ 1 or 0 ഈ 2 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 0 എന്ന് പറയുമ്പോൾ ലോ പ്രയോറിറ്റി, 1 എന്ന് പറയുമ്പോൾ ഹൈ പ്രയോറിറ്റി. ഹൈ പ്രയോറിറ്റി ഒന്നിലധികം വന്നാൽ അപ്പൊ ഇതിനൊരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്, അതിനനുസരിച്ചിട്ടേ വരാവൂ. അതേസമയം ഒന്നിന് മാത്രം 1 വന്നു ബാക്കിയൊക്കെ 0 ആണെങ്കിൽ 1 വന്നതിന് ആദ്യം പരിഗണിക്കണം. അപ്പൊ ഇനി 2 1 വന്നാലോ? അപ്പൊ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ ഡിഫൈൻഡ് ചെയ്തിട്ടുള്ള ഓർഡർ ഉണ്ട്, ആ ഓർഡറിനനുസരിച്ചിട്ട് 1 വന്നതിൽ ആദ്യം വരുന്നതിന് മുൻഗണന കൊടുക്കും. അപ്പൊ IP രജിസ്റ്റർ അപ്പൊ നോട്ട് എഴുതുമ്പോൾ ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ചേഞ്ച് ദ പ്രയോറിറ്റി ലെവൽസ് ഓഫ് ദ ഇന്ററപ്റ്റ്സ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ചേഞ്ച് ദ പ്രയോറിറ്റി ലെവൽസ് ഓഫ് ദ ഇന്ററപ്റ്റ്സ് ബൈ സെറ്റിംഗ് ഓർ ക്ലിയറിംഗ് ദ കറസ്പോണ്ടിങ് ബിറ്റ് ഇൻ ദ IP രജിസ്റ്റർ. By setting or clearing the corresponding bit in the IP register. Set ചെയ്യാന്ന് പറഞ്ഞാൽ 1 കൊടുക്കുക, ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ 0 കൊടുക്കുക.
This allows the high priority interrupts to interrupt the low priority interrupts. If all the interrupts have same priority, controller executes interrupts in the order. നേരത്തെ പറഞ്ഞു എല്ലാത്തിനും സെയിം പ്രയോറിറ്റി വന്നാൽ അപ്പൊ ആദ്യം പരിഗണിക്കേണ്ടത് INT0 ആണ്. പ്രയോറിറ്റി കൂടുതൽ INT0 പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. INT0, TF0, INT1, TF1, SC. എല്ലാത്തിനും 1 വന്നു. എല്ലാത്തിലും 1 വന്നാൽ എല്ലാവർക്കും ഹൈ പ്രയോറിറ്റി. അപ്പൊ ആദ്യം പരിഗണിക്കേണ്ടത് INT0, പിന്നെ TF0, പിന്നെ INT1, പിന്നെ TF1, പിന്നെ SC. അങ്ങനെ ആയിരിക്കണം. ഓക്കെ. അപ്പോ PX0 മാർക്ക് ചെയ്ത PX0 എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഓഫ് INT0, PT0 പ്രയോറിറ്റി ഓഫ് TF0, പ്രയോറിറ്റി ഓഫ് INT1, പ്രയോറിറ്റി ഓഫ് TF1, പ്രയോറിറ്റി ഓഫ് സീരിയൽ കമ്മ്യൂണിക്കേഷൻ. ഇനി IE രജിസ്റ്ററിന്റെയും IP രജിസ്റ്ററിന്റെയും പുറമെ ഇന്ററപ്റ്റുകളിൽ കയറി വരുന്ന ഇന്ററപ്റ്റിന്റെ ഫംഗ്ഷനിങ്ങിൽ ഉപയോഗിക്കുന്ന മറ്റൊരു SFR-നകത്തൊരു രജിസ്റ്ററാണ് TCON രജിസ്റ്റർ. T ഫോർ ടൈമർ, ടൈമർ കൺട്രോൾ രജിസ്റ്റർ. ടൈമറിന്റെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇത്രയും പോർഷൻസ് ടൈമറിന് വേണ്ടിയുള്ളതാണ്. അതേസമയം ലോവർ 4 ബിറ്റ്സ് ഇന്ററപ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്, ഇന്ററപ്റ്റ് ഫംഗ്ഷനിങ്ങിന് വേണ്ടിയുള്ളതാണ്. അതിനകത്ത് IT0, IE0, IT1, IE1 ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ 4എണ്ണം, ഇത് 2എണ്ണം, സോറി ഈ 4എണ്ണം നമ്മൾ ഇന്ററപ്റ്റ് ഫംഗ്ഷനിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതായത് ഏത് ഇന്ററപ്റ്റിന്റെ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റ് ഉണ്ടല്ലോ, INT0, INT1 ഈ 2എണ്ണത്തിന്റെ ഒരു ചെറിയ കൺട്രോളിന് വേണ്ടിയിട്ടാണ് TCON രജിസ്റ്ററിന്റെ ഈ 4 ബിറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും INT0ക്ക് വേണ്ടിയുള്ളതാണ്, INT0ക്കും. ഇത് രണ്ടും INT1ന് വേണ്ടിയുള്ളതാണ്, INT1. അതായത് ഇത് എഡ്ജ് ട്രിഗേർഡ് ആണോ ലെവൽ ട്രിഗേർഡ് ആണോ, ഇന്ററപ്റ്റുകൾ വരുന്ന ഒരു 2 മെത്തേഡാണ് അത്. എഡ്ജ് ട്രിഗേർഡ് ഇന്ററപ്റ്റും ലെവൽ ട്രിഗേർഡ് ഇന്ററപ്റ്റും. അപ്പൊ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, എഡ്ജ് ട്രിഗേർഡ് ആണോ ലെവൽ, ഇതിൽ അറ്റൻഡേം ഒന്നായിരിക്കും എനേബിൾ ആവും. അപ്പൊ എഡ്ജ് ട്രിഗേർഡ് ആണോ ലെവൽ ട്രിഗേർഡ് ആണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ 4 ബിറ്റുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബാക്കി ഈ 4 ബിറ്റുകൾ നമ്മൾ ടൈമറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ടൈമേഴ്സ് വരുന്നുണ്ട്. ആ ടൈമേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ പോർഷൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തുമ്പോൾ TCON കുറിച്ച് നോട്ട് ചെയ്ത ഇൻ അഡീഷൻ ടു ദ അബവ് 2 രജിസ്റ്റേഴ്സ്, IE രജിസ്റ്റർ ആൻഡ് IP രജിസ്റ്റർ, ദ TCON രജിസ്റ്റർ സ്പെസിഫൈസ് the types of external interrupt INT0 and INT1, whether it is edge triggered or level triggered. Okay, whether it is edge triggered or level triggered. അപ്പോൾ ഇത്രയും രജിസ്റ്ററുകളുടെ ഫംഗ്ഷനിങ് പിന്നെ ഇന്ററപ്റ്റിന്റെ ഫംഗ്ഷനിങ്ങിൽ കയറി വരുന്നുണ്ട്. ഓക്കെ. ഈ ബോർഡിൽ വരച്ചിട്ടുള്ളത് ഇന്ററപ്റ്റ് ആർക്കിടെക്ചർ ആണ് വരച്ചിട്ടുള്ളത്. ഇന്ററപ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുവരെ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്, പല രജിസ്റ്ററുകളുടെയും ഇൻവോൾവ്മെന്റ് ഇന്ററപ്റ്റ് ഫംഗ്ഷനിങ്ങിലുള്ള, അതെല്ലാം കൂടെ ചേർത്തിട്ട് വരച്ചൊരു കാര്യമാണ്. അതായത് നമ്മുടെ റീസെന്റ് നമ്മൾ മാറ്റിവെച്ച ബാക്കി ഉണ്ടാവുന്ന 5 ഇന്ററപ്റ്റുകളാണ് INT0, INT1, TF0, TF1, then SC. സീരിയൽ കമ്മ്യൂണിക്കേഷൻ, അതിന്റെ റിസീവർ ട്രാൻസ്മിറ്റർ 2 പിന്നുകൾ R1 T1, റിസീവർ ട്രാൻസ്മിറ്റർ. ഈ കാണുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ പിൻ. പിന്നെ ഈ ഒരു പോർഷൻ, അതായത് INT0ക്കും INT1നും ഇങ്ങനെ ഓരോ പോർഷൻസ് ഉണ്ട്. അതിനകത്ത് IT0, IE0, IT1, IE1 ഇതൊക്കെ എവിടെയുള്ള രജിസ്റ്ററുകളാണ്? TCON എന്ന രജിസ്റ്ററിന് അകത്തുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു TCON എന്ന രജിസ്റ്ററിന് അകത്തുള്ളതാണ് IT0, IE0, IE1, IT1. അതായത് ഇത് എഡ്ജ് ട്രിഗേർഡ് ആണോ ലെവൽ ട്രിഗേർഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു പാർട്ട് വരുന്നത്. ഓക്കെ. അത് ബാക്കിയുള്ള ഈ 3 എണ്ണത്തിനും ആ ഒരു ഭാഗം ഇല്ല.
കാരണം T-con രജിസ്റ്ററിന്റെ ഇൻവോൾവ്മെന്റ് നേരത്തെ പറഞ്ഞു, അത് എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഇന്ററപ്റ്റുകളായിട്ടുള്ള INT0ക്കും INT1നും വേണ്ടിയുള്ളത് മാത്രമാണ്. ഓക്കെ, അത് കഴിഞ്ഞു. അങ്ങനെ ഇനി ഈ ഒരു പോർഷൻ IE രജിസ്റ്ററിന്റെ ഒരു പോർഷൻ എനേബിൾ ചെയ്യണോ എനേബിൾ ചെയ്യണ്ടേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ IP രജിസ്റ്ററിന്റെ ഒരു പാർട്ട്, IP രജിസ്റ്റർ പ്രയോറിറ്റി കൊടുക്കണം. അങ്ങനെ പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഹൈ പ്രയോറിറ്റിയുടെ ഒരു ബോക്സ്, ലോ പ്രയോറിറ്റിയുടെ ഒരു ബോക്സ്. ഹൈ പ്രയോറിറ്റി ഉള്ളത് ഹൈ പ്രയോറിറ്റിയുടെ ബോക്സിലോട്ട് കൊടുക്കുക, ലോ പ്രയോറിറ്റി ഉള്ളത് ലോ പ്രയോറിറ്റിയുടെ ബോക്സിലോട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ. ഇനി അപ്പൊ ഈ INT0 എനേബിൾ ചെയ്യാനാണ് IE രജിസ്റ്റർ, എനേബിൾ ചെയ്യാൻ EX0, INT1 എനേബിൾ ചെയ്യാൻ EX1, then ടൈമർ 0 എനേബിൾ ചെയ്യാൻ ET0, ET1, ES. ഇതൊരു സ്വിച്ചുകളായിട്ടാണ്. സ്വിച്ച് ക്ലോസ് ചെയ്താൽ എനേബിൾ, ഓപ്പൺ ചെയ്താൽ ഡിസേബിൾ. ഇനി അതിന്റെ പുറമെ ഒരു IE രജിസ്റ്ററിനകത്ത് തന്നെ EA എന്നൊരു ബട്ടൺ ഉണ്ടെന്ന് പറയുന്നത്, എനേബിൾ ഓൾ. അതൊരു മെയിൻ കൺട്രോൾ ആണ്. അതായത് ഒന്ന് ഓൺ ചെയ്താൽ ബാക്കിയൊക്കെ എന്ത് ചെയ്യും, ഓൺ ആവും. അതാണ് ഈ ഡോട്ടർ ലൈനിൽ ഇട്ടിട്ടുള്ളത്. എല്ലാം കണക്റ്റഡ് ആണ്. ഒന്ന് ഓഫ് ചെയ്താൽ എല്ലാം എന്താവും, ഓഫ് ആവും. അപ്പോ EA എന്തായാലും പിന്നെ ഇന്ററപ്റ്റ് എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ EA എന്തായാലും എനേബിൾ ആയിരിക്കണം, എങ്കിലേ ബാക്കി ഇന്ററപ്റ്റുകൾക്കൊക്കെ വരാൻ പറ്റുള്ളൂ. അതേസമയം ഇതെല്ലാം ഓണായി, EA ഓൺ ആയില്ല എങ്കിൽ ഇന്ററപ്റ്റ് വരാൻ പറ്റില്ല. ഓക്കെ, ഇന്ററപ്റ്റുകൾ എനേബിൾ ആവണമെന്നുണ്ടെങ്കിൽ EA എന്തായാലും ഓൺ ആവണം. അതോടൊപ്പം തന്നെ ഏത് ഇന്ററപ്റ്റ് ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ബിറ്റ് എന്ത് ചെയ്യണം, എനേബിൾ ആവണം. അപ്പോൾ EX0 EA, EX1 EA, EA എല്ലാത്തിലും ഉണ്ട്. EA ഇതൊക്കെ EA ആണ്. ഇത് EA ആണ്. ഈ കാണുന്നത് മൊത്തം എന്താണ്, EA ആണ്. അതൊരു മാസ്റ്റർ കൺട്രോൾ സ്വിച്ച് ആണ്. പിന്നെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള എനേബിൾ സ്വിച്ചുകൾ. ദെൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, ഇതിൽ ഏതെങ്കിലും ഒന്നിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അത് PX0, പ്രയോറിറ്റി ഓഫ് INT0. ദെൻ PX1, PT0, PT1, PSC. അപ്പൊ അതില് ഹൈ പ്രയോറിറ്റി ആണ് വരുന്നതെങ്കിൽ അത് ഹൈ പ്രയോറിറ്റിന്റെ ബോക്സിലോട്ടും, ലോ പ്രയോറിറ്റി ആണെങ്കിൽ ലോ പ്രയോറിറ്റിന്റെ ബോക്സിലോട്ടും കൊടുക്കുക. അത് ഓരോന്നിലും അതുപോലെ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഈ കാണുന്നത്. അതായത് ഇന്ററപ്റ്റ് ഫംഗ്ഷനിങ്ങിൽ ഉള്ള IE രജിസ്റ്റർ, എനേബിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന IE രജിസ്റ്ററും, പ്രയോറിറ്റി കൊടുക്കാനുള്ള IP രജിസ്റ്ററും, ദെൻ INT0, INT1 എന്നിവകളിൽ എഡ്ജ് ട്രിഗേർഡ് ആണോ ലെവൽ ട്രിഗേർഡ് ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള T-con രജിസ്റ്ററിന്റെ 4 ബിറ്റ് പിന്നുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ. ഇതിനാണ് ഇന്ററപ്റ്റ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ.